ഡാനിയൽ ഡെഫോ എഴുതിയ റോബിൻസൺ ക്രൂസോ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. പ്ലോട്ട് ഓവർവ്യൂവിലേക്ക് പോവാം. റോബിൻസൺ ക്രൂസോ is written in 1719 and one of the first English novels. It tells adventurous story of a man stranded on a deserted island. ഒരു deserted islandൽ സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഒരു ഇംഗ്ലീഷ് മാനെ കുറിച്ചാണ് റോബിൻസൺ ക്രൂസോ എന്ന നോവൽ. ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് സർവൈവൽ, സെൽഫ് റിലയൻസ്, സിവിലൈസേഷൻ ആൻഡ് ഫെയ്ത്ത്. ഇതിൽ തീംസിലേക്ക് പോവാം. സർവൈവൽ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള തീമാണ്. ക്രൂസോ ഒരു ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷനിലാണ് വെൻ ഹീ ഈസ് ഷിപ്പ്രെക്ഡ് ഓൺ എ ഡെസേർട്ടഡ് ഐലൻഡ്. നോ ഹെൽപ്പ് ആൻഡ് ഹി മസ്റ്റ് ലേൺ ടു സർവൈവ് യൂസിങ് ഓൺലി ഹിസ് വിറ്റ്സ് ആൻഡ് റിസോഴ്സസ് അവൈലബിൾ ടു ഹിം. കിട്ടുന്ന റിസോഴ്സ് ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കേണ്ടി വന്നു ക്രൂസോയ്ക്ക്. ബിക്കോസ് ഹി ഹാസ് നോ ഹെൽപ്പ്. ക്രൂസോ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുകയാണ് for himself. Then he hunts, domesticates animals, grows crops and creates tools, all without any outside aid. Robinson Crusoe's journey is a celebration of human resilience, ingenuity and the ability to adapt to even the harshest environments. Second theme, colonialism and cultural superiority. Crusoe displays in ഒരു colonial mindset ആണ്, a typical of European attitudes during the 18th century. അയാളെ തന്നെ കാണുന്നത് ആസ് എ റൂളർ ഓഫ് ദ ഐലൻഡ് ആൻഡ് റെഫേഴ്സ് ടു ഇറ്റ് ആസ് എ കിങ്ഡം. ഹി മീറ്റ്സ് ഫ്രൈഡേ, എ നേറ്റീവ്, ആൻഡ് ഹി ഇമ്മീഡിയറ്റ്ലി അസേർട്സ് ഹിസ് ഡോമിനൻസ്, ടീച്ചിങ് ഹിം ഇംഗ്ലീഷ് ആൻഡ് കൺവേർട്സ് ഹിം ടു ക്രിസ്ത്യാനിറ്റി. ഫ്രൈഡേ ഒരു ഈക്വൽ ആയിട്ട് ഒരിക്കലും റോബിൻസൺ ക്രൂസോ കൺസിഡർ ചെയ്തിട്ടില്ല, റിഫ്ലക്റ്റിംഗ് ദ റേഷ്യൽ ആൻഡ് കൾച്ചറൽ സുപ്പീരിയോറിറ്റി ഓഫൻ അസോസിയേറ്റഡ് വിത്ത് കൊളോണിയലിസം. This theme offers a critical look at European imperialism and the assumption that European culture was superior to all others. Religion and providence. Spiritual journey is central to the novel. At first, he is rebellious and ignores his father's good and God's advice. Shipwreckന് ശേഷം isolation drives him to read the Bible and reflect on his life. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഗിൽട്ടൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. He begins to see his survival as a sign of divine providence and believes God has a purpose for him. ഗോഡ് ക്രൂസോയ്ക്ക് അതൊരു പേർപ്പസ് വെച്ചിട്ടുണ്ടെന്ന് ഒരു കൺക്ലൂഷനിലെത്തുകയാണ് റോബിൻസൺ ക്രൂസോ. ക്രൂസോയുടെ ഗ്രോയിങ് ഫെയ്ത്ത് ബിക്കംസ് എ സോഴ്സ് ഓഫ് കംഫർട്ട് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് ഹീ ഇൻറപ്റ്റ്സ് എവറി നൈറ്റ്, ഗുഡ് ഓർ ബാഡ്, ആസ് പാർട്ട് ഓഫ് ഗോഡ്സ് ഗ്രേറ്റർ പ്ലാൻ. ഗോഡിൻ്റെ ഗ്രേറ്റർ പ്ലാനായിട്ട് എവറി ഇവൻറ്റ് അദ്ദേഹം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. സിവിലൈസേഷൻ വേഴ്സസ് നേച്ചറാണ് ലാസ്റ്റ് തീം. Struggle on the island can be seen as a metaphor for the conflict between civilization and nature. Brings order to the wild, untamed land, imposing structure, agriculture and even kind of government. ഈ ഐലൻഡിനെ ഒരു മിനി സിവിലൈസേഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, റിഫ്ലക്റ്റിംഗ് ദി യൂറോപ്യൻ ബിലീഫ് ഇൻ ദ പവർ ഓഫ് മാൻ ടു ഡോമിനേറ്റ് ആൻഡ് സിവിലൈസ് നേച്ചർ. ടിപ്പിക്കൽ യൂറോപ്യൻ ബിലീഫാണ്. നേച്ചർ ഹംബിൾസ് ക്രൂസോ through storms, illness and isolation, forcing him to respect its power. സമ്മറിയിലേക്ക് പോവാം. റോബിൻസൺ ക്രൂസോ ഒരു യങ് ഇംഗ്ലീഷ് മാൻ വിത്ത് എ തേഴ്സ്റ്റ് ഫോർ അഡ്വെഞ്ചർ ആൻഡ് ഹി ഇഗ്നോർസ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് ഗോസ് ടു സീ. several voyages later and several mishaps later, he ends up shipwrecked on a deserted island off the coast of South America. Alone and desperate, ക്രൂസോ റെക്കിൽ നിന്ന് വഴിമാറി ഒരു ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. ഹി ഹൺസ്, ഫാംസ് ആൻഡ് ബിൽഡ്സ് ഷെൽട്ടർ, സ്ലോലി മാസ്റ്ററിങ് ദ എൻവിറോൺമെൻറ്റ് ഓവർ മെനി ഇയേഴ്സ്. ഈ ഒരു ഐസൊലേഷൻ ഫെയ്ത്തിനെ കൺഫ്രണ്ട് ചെയ്യാനും ഒരു ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺ ആവാനായിട്ടും റോബിൻസൺ ക്രൂസോയെ ഹെൽപ്പ് ചെയ്തു. After 24 years on the island, Crusoe discovers the footprints and later encourages indigenous people and cannibals. കുറച്ച് ക്യാനിമൽസിനെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരാണ് ക്രൂസോയ്ക്ക്. ഫ്രൈഡേ എന്നുള്ളൊരു ക്യാപ്റ്റീവിനെ ക്രൂസോയ്ക്ക് റെസ്ക്യൂ ചെയ്യേണ്ടി വരികയാണ്. ആൻഡ് ദേ ബിക്കം കമ്പാനിയൻസ്. ഫ്രൈഡേ എന്നുള്ളൊരു പേര് റോബിൻസൺ ക്രൂസോയാണ് ഈ ക്യാപ്റ്റീവിന് കൊടുക്കുന്നത്. Eventually, Crusoe helps rescue a ship captain from the mutineers, and in return, the captain helps him to return to England. ക്രൂസോയുടെ ഫാമിലി ഫോർച്യൂൺ ഇൻടാക്റ്റ് ആയിട്ട് കാണപ്പെടുകയും ഇതൊരു ഇൻക്രെഡിബിൾ ജേർണി ആയിട്ട് റോബിൻസൺ ക്രൂസോ കണക്കാക്കുകയാണ് ചെയ്യുന്നത്.
ഏർലി ലൈഫ് ആൻഡ് ഫസ്റ്റ് അഡ്വഞ്ചർ. യങ് ഇംഗ്ലീഷ്മാൻ ഫ്രം എ കംഫർട്ടബിൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഇദ്ദേഹം ഒരു ലോയർ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ബട്ട് ക്രൂസോ ഡ്രീംഡ് ഓഫ് ഗോയിങ് ടു ദി സീ. പേരൻസിൻ്റെ വിഷന് എതിരായിട്ട് ഹി സെറ്റ് സെയിൽ ഫ്രം ദ ഹൾ. ഫസ്റ്റ് വോയേജ് ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ആൻഡ് ഹിസ് ഷെപ്പ് ഇസ് റിക്ഡ് ഇൻ എ സ്റ്റോം. Undeterred ആയിട്ട് he takes another trip and he is captured by pirates. He becomes a slave in North Africa for 2 years. Escape and settlement in Brazil. He escapes on a small boat with a boy named Xuri and eventually rescued by a Portuguese ship. ഇദ്ദേഹത്തിനെ ബ്രസീലിലേക്ക് കൊണ്ടുപോവുകയാണ്, where he becomes a successful plantation owner. To expand his wealth, he joins a trading expedition to Africa. പക്ഷേ ഈ ഒരു decision changes his life forever. ഷിപ്പ്രെക്ക് ആൻഡ് ദ ഐലൻഡ് സർവൈവൽ. ഈ വോയേജിനിടയ്ക്ക് ക്രൂസോയുടെ ഷിപ്പ് ഇസ് എ കോട്ട് ഇൻ എ വയലന്റ് സ്റ്റോം ആൻഡ് റെക്ട് നിയർ ദ കോസ്റ്റ് ഓഫ് ആൻ അൺഇൻഹബിറ്റഡ് ഐലൻഡ്. ഒരു ഓൺലി സർവൈവർ ആയിരുന്നു ക്രൂസോ. ഒരു സ്മോൾ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഹീ സാൽവേജസ് സപ്ലൈസ് ഫ്രം ദ റെക്കേജ്, ടൂൾസ്, ഗൺസ്, ഫുഡ്സ് ആൻഡ് അതർ യൂസ്ഫുൾ ഐറ്റംസ്. ഇതെല്ലാം ഉപയോഗിച്ച് ഒരു ലൈഫ് തുടങ്ങാൻ ക്രൂസോ തീരുമാനിക്കുകയാണ്. അലോൺ ആൻഡ് സ്ട്രാൻഡഡ്, ക്രൂസോ ബിൽഡ്സ് എ ഷെൽട്ടർ. അതിന് അദ്ദേഹം കാസിൽ എന്ന് പേരിടുകയും ഹി ലേൺസ് ടു ഹണ്ട് ആൻഡ് ഫിഷ് ആൻഡ് ബിഗിൻസ് ഫാർമിങ്. ഗോട്ടിനെയും ഒക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുകയും ബാർലി, റൈസ് പോലുള്ള കാര്യങ്ങൾ ഗ്രോ ചെയ്യുകയും ചെയ്തു. ആൻഡ് ഹി സ്ലോലി അഡാപ്റ്റ്സ് ഹിസ് ന്യൂ ലൈഫ്. ഹി കീപ്സ് എ ജേർണൽ ആൻഡ് മാർക്സ് ടൈം ബൈ ബിൽഡിംഗ് എ വുഡൻ ക്രോസ്. സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് റുട്ടീൻ. സോളിറ്റ്യൂഡ്. ക്രൂസോ ബിഗിൻസ് ടു റിഫ്ലക്ട് ഓൺ ഹിസ് ലൈഫ് ആൻഡ് ടേൺസ് ടു റിലീജിയൻ. ബൈബിൾ വായിക്കും ആൻഡ് ഹി റിപ്പൻസ് ഫോർ ഹിസ് സിൻസ് ആൻഡ് ഹി ഫൈൻഡ്സ് പീസ് ഇൻ പ്രെയർ ആൻഡ് ഫെയ്ത്ത്. ഹിസ് ലൈഫ് ഓൺ ദ ഐലൻഡ് ബിക്കംസ് റൊട്ടീൻ ആൻഡ് സെൽഫ് സഫീഷ്യൻറ്റ്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് മാൻ ആയിട്ട് ക്രൂസോയെ മാറ്റിയെടുക്കുകയാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ആസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ ആയിട്ടാണ് ക്രൂസോ കാണുന്നത്, ടു ടീച്ച് ഹിം ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഡിസ്കവറിങ് ദ കാനിമൽസ് ആൻഡ് മീറ്റിംഗ് ഫ്രൈഡേ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ക്രൂസോ ഫൈൻഡ്സ് എ ഹ്യൂമൻ ഫുട് പ്രിൻറ്റ് ഓൺ ദ ബീച്ച്. ഇവൻച്വലി ഒരു നേറ്റീവ് കാനിബൽ ഗ്രൂപ്പ് വരുന്നത് ക്രൂസോ കാണുകയും അത് ഹൊറിഫൈഡ് ആയി പോവുകയും ചെയ്യാണ് ക്രൂസോ. ബട്ട് ഇവൻച്വലി he stays hidden. Later he rescues one of the captives who ഇവർ കാനിമൽസ് കുറച്ച് ക്യാപ്റ്റീവ്സിനെ പിടിച്ചു വെച്ചിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ക്യാപ്റ്റീവിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. whom he names Friday after the day of the week and they become close companions. ഫ്രൈഡേ എന്ന പേരിട്ട ഈ ക്യാപ്റ്റീവിനെ ക്രൂസോ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ്, ക്രിസ്ത്യാനിറ്റി ആൻഡ് യൂറോപ്യൻ കസ്റ്റംസ്. ടുഗെദർ ദേ പ്ലാൻ ടു റെസ്ക്യൂ മോർ ക്യാപ്റ്റീവ്സ് ആൻഡ് ഡിഫെൻഡ് ദ ഐലൻഡ് അഗെയിൻസ്റ്റ് കാനിബൽസ്. മ്യൂട്ടിനി ആൻഡ് റെസ്ക്യൂ. ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് ഷിപ്പ് വരികയാണ്. ആൻഡ് ക്രൂസോ ഡിസ്കവേഴ്സ് ദാറ്റ് സം ഓഫ് ദ ക്രൂ ഹാസ് മ്യൂട്ടിനീഡ് ആൻഡ് ടേക്കൻ ദ ക്യാപ്റ്റൻ ആസ് എ പ്രിസണർ. ക്രൂസോ ആൻഡ് ഫ്രൈഡേ ഈ ലോയൽ ക്യാപ്റ്റനെ കൺട്രോൾ റീഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ബൈ ഔട്ട്സ്മാർട്ടിങ് ദ മ്യൂട്ടിനിയേഴ്സ്. ഒരു റിവാർഡായിട്ട് ദ ക്യാപ്റ്റൻ എഗ്രീസ് ടു ടേക്ക് ക്രൂസോ ബാക്ക് ടു ഇംഗ്ലണ്ട്. അങ്ങനെ 28 വർഷത്തിന് ശേഷം ക്രൂസോ ഫൈനലി ലീവ്സ് ദ ഐലൻഡ്. റിട്ടേൺ ടു ഇംഗ്ലണ്ട് ആൻഡ് ഫൈനൽ റിഫ്ലക്ഷൻസ്. ഇംഗ്ലണ്ടിൽ ക്രൂസോ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരെല്ലാം മരിച്ചു പോയിരുന്നു. ബട്ട് ഹിസ് ബ്രസീലിയൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാവ് മേഡ് ഹിം വെൽത്തി. അങ്ങനെ അദ്ദേഹം സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് ആൻഡ് ഇവൻച്വലി ട്രാവൽസ് അഗെയിൻ ടു ഹിസ് പ്ലാന്റേഷൻ ആൻഡ് ലേറ്റർ ടു ദ ഈസ്റ്റ് ഇൻഡീസ് വിച്ച് ഇസ് ഹിൻറ്റഡ് അറ്റ് ഇൻ ദ സീക്വൽ ആൻഡ് ദ ഫാദർ അഡ്വഞ്ചറേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ.